അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് അതീവ ദുഃഖത്തോടുകൂടെ തന്നെ ഉള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ ആണ് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിനിടയായ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ചെങ്കുത്തായ സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള അപകട സൂചനകളും അപകടങ്ങളും നിരന്തരം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് ജനവാസ കേന്ദ്രമാണിത്. ഇത് യഥാർത്ഥത്തിൽ മുണ്ടക്കയത്തെ ബന്ധിപ്പിക്കുന്ന ഒരു ചൂരൽമല, ഈ ചൂരൽമലയെയും മുണ്ടക്കയത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ടൗണുമായിട്ട് ഈ മുണ്ടക്കയത്തെ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ആ പാലം നഷ്ടപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ പാലം നഷ്ടപ്പെട്ടതോടുകൂടെ ഇവർക്ക് ഗതാഗതങ്ങളൊക്കെ തന്നെ തടസ്സമായി. പിന്നീട് തുടർന്ന് ആദ്യം ഉരുൾപൊട്ടിയത് ഒരു തവണയാണ്, ഏകദേശം 1 മണിക്ക്. ആ 1 മണിക്ക് ഉരുൾപൊട്ടിയപ്പോൾ കൂടുതൽ സംഭവങ്ങൾ ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. ഇതിനെ തുടർന്ന് അവർ പല പല വീടുകളിലേക്കും പരസ്പരം മാറി, മേൽഭാഗത്തേക്ക് മാറി. പക്ഷേ ചിലർ വീണ്ടും തിരിച്ചു വന്ന് തങ്ങളുടേതായിട്ടുള്ള വാസസ്ഥലത്ത് തന്നെ താമസമുറപ്പിച്ചു. ചിലരൊക്കെ വീണ്ടും പോയി, ചിലരൊക്കെ അങ്ങനെ ഒക്കെ കൂടെ വീണ്ടും ഏകദേശം ഈ 1 മണിക്കു ശേഷം പുലർച്ചെ വീണ്ടും ഒരു 2ാം തവണ 1:30 മണിയോടെ ചെറുതുണ്ടായി. പിന്നീട് 4 മണിക്ക് അഥവാ 3 തവണ ഏകദേശം ഉരുൾപൊട്ടലുണ്ടായി നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ നിന്നൊക്കെ കൂടുതൽ മൃതദേഹങ്ങൾ ഒലിച്ചു പോകാനുണ്ടായ പ്രധാന കാരണങ്ങളും അഥവാ കൂടുതൽ വിനാശങ്ങൾ സംഭവിക്കാനും എന്താണ് കാരണം എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇപ്പോൾ ഈ ഗൂഗിൾ മാപ്പിൻ്റെ ഒക്കെ സഹായത്തോടുകൂടെ വിദഗ്ധന്മാർ പുറത്തുവിട്ട ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാരണം. പക്ഷേ അപ്പോൾ പ്രകൃതിയുടെ ഒരു ക്ഷോഭം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു മഴ, ഇത് ഇത്രയും കാലമായിട്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഈ മഴ എല്ലാ കൊല്ലവും നമുക്ക് 6 മാസത്തെ വർഷക്കാലമുണ്ട്. അപ്പോൾ ഈ 6 മാസം വേനലും 6 മാസം മഴയുമുള്ള ഈ കാലം പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് പ്രവേശിക്കുന്നതല്ല. ആദ്യം മുന്നറിയിപ്പുണ്ട്. ഇപ്പോൾ തന്നെ ജൂൺ ജൂലൈ കഴിഞ്ഞു, ലാസ്റ്റ് ഘട്ടമാണ്. മഴ കുറഞ്ഞിരിക്കേണ്ടതായ ഒരു സമയമാണ്. പക്ഷേ എങ്കിലും മഴ കൂടിയിരിക്കാനും സാധ്യതയുള്ള ഒരു സമയമാണ്. പക്ഷേ അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അവിടെ മണ്ണ് പൊതുവെ എന്താ പറയുക, ഒരു സോയിൽ നനഞ്ഞ ഒരു കുതിർന്ന മണ്ണുള്ള, മഴ പെയ്താൽ ശക്തിമത്തായിട്ട് ഒരു പൂയി പ്രദേശമായതുകൊണ്ട് കൂടുതൽ അതിന് അടിയൊഴുക്കുകൾ കൂടുതൽ ശക്തിമത്തായി വന്ന് കൂടുതൽ മലകൾ ഉരുൾപൊട്ടി കൂടുതൽ വീഴാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പിച്ച് നിർത്തുന്ന ഒരു സംവിധാനങ്ങളൊന്നുമില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മലമ്പുറത്ത് പോയിട്ട് നിങ്ങൾ താമസിക്കേണ്ടവരല്ല. യഥാർത്ഥത്തിൽ കുന്നിൻ മുകളിലല്ല മനുഷ്യൻ താമസയോഗ്യമാക്കേണ്ടത്, മറിച്ച് അത് ഭൂമിയെ യഥാർത്ഥത്തിൽ ഒരു കുറ്റി പോലെ അല്ലെങ്കിൽ ഒരു ആണി പോലെ വൈദൽ ജിബാലു നുസിബത് അഫലാ യൻദുറൂന ഇലൽ ലിബിലി കൈഫ ഖുലിഖത് എന്ന് ചോദിച്ചതുപോലെ തന്നെ വൈദൽ ജിബാലി കൈഫ നുസിബത്ത്, അതാണ് ചോദ്യം. എങ്ങനെയാണ് ഈ ഭൂമിയിൽ വൽ ജിബാലു ഔത്താദ മറ്റൊരു വചനത്തിലൂടെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയെ, ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്തു ചെയ്തത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതിനെ നമ്മൾ നിങ്ങളെയും കൊണ്ട് ഈ ഭൂമി തകിടം മറിയാതിരിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രകൃതി സന്തുലിതാവസ്ഥ അതാണ് ഈ സന്തുലിതാവസ്ഥ നശിക്കപ്പെടാതിരിക്കാൻ തന്ത്രപരമായിട്ട് ഈ സൃഷ്ടാവ് ഈ നിർമ്മാണത്തിൽ എന്തു ചെയ്തിരിക്കുന്നു, അവൻ്റെ നിർമ്മാണ വൈഭവം എന്ന നിലയ്ക്ക് ഇതിനെ ഒരു കുറ്റികളാക്കി മേടി ഉറപ്പിച്ചിട്ടുണ്ട്. അതാണ് വൈദൽ ജിബാലു ഔത്താദ എന്ന് പറഞ്ഞത്. ഒരു തരം കുറ്റികളാണ്. ഈ കുറ്റികളെ മുഴുവനായിട്ട് പറിച്ചെടുക്കുകയും അതിന് പ്രത്യേകമായി അഥവാ ഒരു കണ്ണും മൂക്കുമില്ലാത്ത പ്രവൃത്തി തുടരെ മനുഷ്യരിൽ നിന്നുണ്ടായപ്പോൾ അവിടെ ഈ ആഘാതം ഇതിനെ ശക്തിപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ഈയിടെ നടന്ന അതിശക്തമായ പ്രവർത്തനങ്ങളാണ്. അഥവാ വ്യത്യസ്തമായ കുറേ പ്രവൃത്തികൾ അവിടെ നടത്തി വച്ചിട്ടുണ്ട്. അത് ഇനി പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. അപ്പം മനുഷ്യനിർമ്മിതമായ ഈ കാര്യങ്ങളെ കൊണ്ട് ഇപ്പോൾ അവിടെ ചെന്നാൽ അവിടെ വിദഗ്ധന്മാർ ഇപ്പോൾ പറയുന്നതനുസരിച്ച് വലിയ പാറക്കല്ലുകൾ, ആ പാറക്കല്ലുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഈ വലിയ പാറകൾ വലിയ കെട്ടിടങ്ങൾക്ക് സമാനമായ പാറകളാണുള്ളത്.
അപ്പോൾ ഈ പാറകൾ അവിടുന്ന് നീക്കം ചെയ്യുന്നതിന്, അതോടൊപ്പം തന്നെ ഇതൊരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നതിന് പകരം മറിച്ച് ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് അതിനൊരു പ്രധാന ഘടകം. മാത്രമല്ല ഇത് സർവശക്തനായ റബ്ബ്, ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഈ പലരും ചോദിക്കുന്ന, ഞാനിതിൽ കണ്ട ഒരു വളരെ സങ്കടകരമായ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും അവിടെയുള്ള ഓരോരുത്തർ പറയുന്നു അവരുടെ സ്വന്തം ബന്ധുക്കൾ മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വേദനാജനകമായ സംഭവമാണ്, ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത. കുടുംബാംഗങ്ങൾ കൂടുതലും ഒലിച്ചു പോയി, ഒന്നോ രണ്ടോ ആളുകൾ മാത്രം കുടുംബത്തിൽ നിന്ന് ബാക്കിയാവുക എന്ന് പറഞ്ഞാലുള്ള ആ വേദനാജനകമായ അവസ്ഥ, അള്ളാഹുവേ, എന്തൊരു ദയനീയമായ അവസ്ഥയായിരിക്കും ഓരോരുത്തർക്കും അത് എത്തപ്പെട്ടാൽ. നേരം വെളുത്തു നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ഇന്നലെ പോയി സംസാരിച്ച ആ വീട്ടുകാരൻ ഇന്ന് അവിടെ ഇല്ല, വീട്ടുകാരാരുമില്ല. ഇന്നലെ പോയി നമസ്കരിച്ചു വന്ന പള്ളി പോലും ഇന്ന് അവിടെ ഇല്ല. ഇന്നലെ ഒരു പരിപാടിക്ക് കൂടിയ വീട് പോലും ആ വീട്ടുകാർ അവിടെ ഇല്ല. സ്വന്തം മാതാപിതാക്കളുടെ മൃതശരീരങ്ങൾ ഒഴുകിപ്പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന ഗതികേട്, അതുപോലെ തന്നെ അങ്ങേയറ്റം ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയാത്ത, നോക്കണം, ഒരു തികഞ്ഞ അരക്ഷിതാവസ്ഥ. അതാണ് ആ അരക്ഷിതാവസ്ഥ. മാത്രമല്ല ഇപ്പോൾ ഇത് കാലവർഷത്തിൻ്റെ ഒരു ഗതി മാത്രമേ ആയിട്ടുള്ളൂ. ചെറുതായിട്ട് പണ്ടൊക്കെ പെയ്തിരുന്ന മഴയുടെ 10 പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ പെയ്യുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും പണ്ടൊന്നും ഇല്ലാത്ത വണ്ണം ഇപ്പോൾ ഇത്രമാത്രം നമുക്ക് അപകട സാധ്യതകൾ വരുത്തി വെച്ചത്. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ കൈകളുടെ ഇടപെടലുകൾ കൊണ്ട്, അഥവാ അവിടെ ശാസ്ത്രീയതയും അശാസ്ത്രീയതയും നോക്കാതെ മണ്ണിടിച്ചും കുന്നിടിച്ചും മലയിടിച്ചും അതിൻ്റെ യാതൊരു അതിൻ്റെ കരൾ മാന്തിയെടുത്തു. നോക്കണം, അതിൻ്റെ ആന്തരാവയവങ്ങൾ, അഥവാ ഇന്ന് നമ്മുടെ ആർത്തി മൂലം നമ്മൾ ഭൂമിയുടെ ആന്തരികാവയവങ്ങൾ മുഴുവനും മാന്തിയെടുത്തിരിക്കുന്നു എന്നതാണ് പ്രധാന കാരണം. ഇത് എവിടെയും കാണാൻ കഴിയും. മനുഷ്യനിർമ്മിതമായ കൈകൾ കൊണ്ട് ഈ ഭൂമിയിൽ വരുത്തി വെച്ച വിനാശത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമുക്ക് പറയുന്നത് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ കൈകൾ കൊണ്ടാണ് ഭൂമിയിലും സമുദ്രത്തിലുമൊക്കെ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ എത്ര സൂചനയും, മാത്രമല്ല ഒരു അനുഭവത്തിൽ നിന്ന്, നോക്കണം, ഒരു ചെറിയ എക്സാമ്പിളുകളിൽ നിന്ന് പഠിക്കാൻ നോക്കണം, അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ കഴിയാത്ത സമൂഹമായി മാറിയിരിക്കുന്നു നമ്മുടെ പ്രത്യേകിച്ച് കേരളീയ ജനത. അതോടൊപ്പം തന്നെ ഭരണകൂടങ്ങളും അങ്ങനെ തന്നെയാണ്. കണ്ണിച്ചോരയില്ലാത്ത അവരുടെ നിലകെട്ട പ്രവൃത്തി, അഥവാ എക്സ്പ്രസ് ഹൈവേയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഭരണകൂടം, നോക്കട്ടെ, ഇതിനൊന്നും തന്നെ മനുഷ്യന് ഒരു സുരക്ഷിതത്വം നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ സെക്കൻഡുകൾ കൊണ്ട് മൈലുകൾ അപ്പുറത്ത് സഞ്ചരിക്കാനുള്ള ജനങ്ങളെ മുഴുവനും ഇളക്കി ഓടിച്ച് ആട്ടിപ്പായിച്ച് എക്സ്പ്രസ് ഹൈവേ പോലെയുള്ള അതിതീവ്ര പാതകളാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഏറ്റവും മനുഷ്യപക്ഷത്ത് നിൽക്കേണ്ട ഭരണകൂടം നമ്മുടെ അതാണിപ്പോൾ നമ്മൾ പറയുന്ന ഇടതുപക്ഷ ഭരണകൂടം എന്ന് പറഞ്ഞാൽ അവർ ബൂർഷ്വാ ഭരണകൂടമല്ല യഥാർത്ഥത്തിൽ. പക്ഷേ ബ്രിട്ടീഷുകാരെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ അവരെ ആട്ടിയിറക്കാൻ വേണ്ടി വന്ന വൈഭവങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് രാജ്യത്ത്. അപ്പോൾ ഇത്തരത്തിൽ പൗരന്മാരോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഭരണകൂടം അതിൻ്റെ അതിൻ്റെ ബൂർഷ്വാകളുമായി ഒത്തുചേർന്ന് ഈ മണ്ണിൻ്റെ കരൾ മാന്തിക്കൊണ്ടിരിക്കുക കാലങ്ങളായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രകൃതി അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ പ്രകൃതി നിയമങ്ങളൊക്കെ ലംഘിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആരും ഇപ്പോൾ പറയാറുണ്ടല്ലോ, സാധാരണ ഈശ്വരവിശ്വാസമില്ലാത്തവരായാലും പ്രകൃതി എന്ന ഒരു സത്യമുണ്ടല്ലോ. ആ പ്രകൃതിയെ കൈവച്ച് തുടങ്ങിയാൽ, ആ പ്രകൃതിയെ ദ്രോഹിക്കാൻ തുടങ്ങിയാൽ, ആ പ്രകൃതി ചില നടപടിക്രമങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തു സംഭവിക്കുന്നു? നിരപരാധികളായ ആളുകൾ അതിൽ കൊല്ലപ്പെടാനിടയാവുന്നു, വേദനിക്കാനിടയാവുന്നു, തീരാ ദുഃഖത്തിന് കാരണമാകുന്നു, വേദനിക്കാൻ കാരണമാകുന്നു. നോക്കണം, അപ്പോൾ ഇതിൽ നിന്നൊന്നും തന്നെ നമ്മുടെ ഭരണാധികാരികളോ നമ്മുടെ ജനനായകരോ നമ്മൾ സ്വന്തമോ ഒന്നും പഠിക്കുന്നില്ല. അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പാരത്രിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് ലഹും ഖുലൂബും ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയം കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവരൊന്നും തന്നെ പഠിക്കുന്നില്ല. വലഹും അഹ്യുനും ലാ യുബ്സിറൂന ബിഹാ, കണ്ണുണ്ട്, പക്ഷേ ഒന്നും തന്നെ കാണുന്നില്ല. വലഹും ആദാനും ലാ യസ്മഹൂന ബിഹാ, ചെവിയുണ്ട്, ഒന്നും കേൾക്കുന്നില്ല.
ഉലായിക കൽ അൻഹാമി ബൽ ഹും അദൽ എന്നാ പറഞ്ഞത്. മൃഗങ്ങളെക്കാൾ താഴെയാണ് അവിടെ നിലപാട്. അതുകൊണ്ടാണ് മൃഗങ്ങളായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഗണനാ സംവിധാനത്തിന് ഒരു മാറ്റം വരുത്തില്ല. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, അവയുടെ താമസത്തിന് അനുയോജ്യമല്ലാത്ത ഒരു പ്രവണത ലോകത്ത് എന്തു ചെയ്യുന്നില്ല? ഒരൊറ്റ ജീവജാലങ്ങളും ചെയ്യുന്നില്ല. ആലോചിച്ച് നോക്കൂ, ജീവജാലങ്ങൾക്ക് ദൈവികമായി ലഭിക്കപ്പെട്ടിട്ടുള്ള ആ സിദ്ധികൾ പോലും മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നില്ല. മനുഷ്യൻ്റെ ഉത്കൃഷ്ടമായ ആ മനസ്സിൻ്റെ നന്മ, പരോപകാരം, സത്യസന്ധത, വിട്ടുവീഴ്ച, നീതിബോധം, ദൈവികത ഇതൊക്കെ എടുത്തു മാറ്റി. മറിച്ച് തമ്മാടിത്തം, ദുഷ്ടത, കുടിലത, അസൂയ, വെറുപ്പ്, ആർത്തി എത്ര കിട്ടിയാലും അവർക്ക് ആർത്തി തീരാത്ത ഒരു മനസ്സ്. അതാണ് പ്രത്യേകിച്ച് മണ്ണിനോട് കാണിക്കുന്ന ഒരു പ്രത്യേക ആർത്തി. ഇതൊക്കെ കൂടെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ദുരന്തം വരുത്തി വെച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അള്ളാഹുവെ തീർച്ചയായിട്ടും അവരിൽ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് അതിസങ്കടകരമായ വാക്കുകളാണ്. ഇനി ഞങ്ങൾക്ക് അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്താണ് എന്ന് ചോദിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. ആലോചിച്ച് നോക്കണം. ഞങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട് നോക്കണം, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ പ്രാർത്ഥന സൃഷ്ടാവ് കേൾക്കുന്നില്ല നോക്കണം. ഇത് മാത്രം. അപ്പോൾ അള്ളാഹു പ്രാർത്ഥന കേൾക്കാത്തതല്ല യഥാർത്ഥത്തിൽ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രാർത്ഥനയും കേൾക്കുക എന്ന് പറയുമ്പോൾ അത് സാധ്യമല്ലാതെ വരും. ലോകത്ത് ഒരാൾ പ്രാർത്ഥിക്കുന്നതിന് എതിരെയായിരിക്കും മറ്റേ പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾക്കൊക്കെ തന്നെ ഉത്തരം ചെയ്യാൻ ആ സൃഷ്ടാവിന് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ സാധിക്കുമെങ്കിലും അതൊരു പ്രായോഗികമല്ലാത്ത പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒട്ടകത്തെ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അതാണ്. ഒട്ടകത്തെ അഴിച്ചു വിട്ടിട്ടല്ല. നിങ്ങൾ പെണ്ണുങ്ങളോട് പ്രവാചകൻ പറയാറുണ്ട് എന്ന് പറയുന്നത് അടുപ്പിൽ നിങ്ങൾ ലേശം വെള്ളമൊഴിക്കുക എന്നാണ്. എന്തിനാണത്? അതിൽ നിന്ന് ആപത്തുകൾ വരാതിരിക്കുക എന്ന ലക്ഷ്യത്തിന്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബുദ്ധിപൂർവമായിട്ട് പ്രവർത്തിക്കണം. പ്രവർത്തിച്ചതിന് ശേഷമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നതുപോലെ തന്നെ ഓരോരുത്തർ പറയുന്നുണ്ട്, കണ്ടില്ലേ എനിക്ക് പറ്റിയിട്ടില്ല, ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറയുന്നതും ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. അത് മനുഷ്യ സഹജമായ ഒരു സംവിധാനമാണ്. ആദ്യം ചിന്തിക്കുക ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നാണ്, പിന്നീട് ചിന്തിക്കുക എൻ്റെ കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്നാണ്, പിന്നീട് ചിന്തിക്കുക എൻ്റെ അയൽവാസി രക്ഷപ്പെട്ടല്ലോ എന്നാണ്, പിന്നെ ചിന്തിക്കുക എൻ്റെ നാട്ടുകാർ രക്ഷപ്പെട്ടല്ലോ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്ക് ഇങ്ങനെ അറ്റമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവിടെ വിശാലമായ കാഴ്ചപ്പാട് നഷ്ടമാകുന്നതാ. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്നൊക്കെ ധാരാളം പാഠം പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇതിനെ സംബന്ധിച്ച് നല്ല നല്ല വീഡിയോകൾ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.